ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ആകാശ് ആദ്യയുടെ കയ്യിൽ നിന്ന് ആ ഗിഫ്റ്റ് വലിച്ചു പറിച്ച് വാങ്ങിച്ച് നിലത്തേക്കിട്ട് അത് ചവിട്ടി കൂട്ടാണ് ആകാശം പറയുമ്പോൾ മിണ്ടി പോരുന്നേ. എടാ പീറ ചെറുക്ക നോക്കിയാൽ ആകാശമിനെ തോക്ക് വാങ്ങിച്ച് വെച്ചേക്കണതേ വെടിവെക്കാനാ, അല്ലാതെ കളിക്കാനല്ല. നാണില്ലാതെ അവൻ്റെ അച്ഛൻ്റെ രണ്ടാമ്മാരുടെ കൂടെ വീട്ടിൽ പോയിട്ട് നണ്ണാൻ പോണവൻ. എടാ കയറി പോടാകത്ത്. ആകാശമേനൻ പറഞ്ഞതാ നീ അനുസരിച്ചില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ആകാശമേനൊരു വേറൊരു സ്വഭാവം കൂടി നീ കാണും, നീ മനസ്സിലാക്കിക്കോ, കയറിപ്പോടകത്ത് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ എന്നിട്ട് ആ ഗിഫ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് രചന പറയുന്നുണ്ട്, നീ അകത്ത് കയറിപ്പോയി പോവാൻ നോക്ക് എന്ന് പറയാണ്. കരഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റ് നോക്കി മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുന്നുണ്ട്. അത് കണ്ടിട്ട് ആകാശ് പറയുന്നുണ്ട്, രചന നിനക്കിപ്പോൾ മനസ്സിലായില്ലേ പിള്ളേരെ എവിടെയാണ് നിർത്തേണ്ടതെന്ന്. അവൻ്റെ ഇതേപോലെ നിർത്തിയാലേ അവൻ മര്യാദയ്ക്ക് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നിന്നെ വിട്ടിട്ട് അവനങ്ങ് പോകും എന്ന് പറയാണ്. എനിക്കിപ്പോൾ മനസ്സിലായി ആകാശ്, അവൻ എങ്ങനെയാണ് നിലക്ക് നിർത്തേണ്ടത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് രചനയും അകത്തേക്ക് കയറി പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും ആകാശം മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്മേനെ കെട്ടിക്കാൻ നടക്കണ ചെറുക്കൻ, നിന്നെക്കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കോടാ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് ആ ഗിഫ്റ്റ് കാലിനെ കൊണ്ട് വീണ്ടും തട്ടി തെറിപ്പിക്കുക കേട്ടോ ആകാശ്. ഇവിടെ കാണിക്കണം മഹേഷിന് ഇഷിതനാണ് കേട്ടോ. അവർ പിറന്നാളിന് വേണ്ടി ഓരോരോ അലങ്കാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷിത പറയുന്നുണ്ട്, മഹേഷ് ചോദിക്കണ്ട, അല്ല ചിപ്പി അവിടെ അവൾ നൂറിപ്പോയോ? ഇവിടെ തന്നെ ഉണ്ട്, റൂമിലുണ്ട്. ആദ്യം വരുമോ എന്നില്ലയോ എന്ന് അറിയില്ലല്ലോ, അതിൻ്റെ വിഷമത്തിലാണ് അവൾ. ഇനി ആദ്യം വരാതിരിക്കോടോ, ആദ്യം വന്നില്ലെങ്കിൽ എല്ലാം കൊളവും, പിറന്നാൾ പാർട്ടി തന്നെ നടക്കില്ല എന്ന് പറയാണ്. രചനയല്ല ആൾ, ചിലപ്പോൾ വിടാതിരിക്കും, അവൻ്റെ റൂമിലിട്ട് പൂട്ടും. എനിക്കും സംശയമുണ്ട്, ആദ്യം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പക്ഷേ എങ്കിലെങ്കിൽ ഈ പിറന്നാൾ പാർട്ടി വെക്കേണ്ടായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും? ചിപ്പിയുടെ പിറന്നാൾ ഇന്നല്ലേ, അത് ആഘോഷിക്കണ്ടേ? ആദ്യം വരുമെന്ന് അവൾക്ക് ഉറപ്പ് കൊടുത്തല്ലേ, അതുകൊണ്ട് അവൾ പാവം പ്രതീക്ഷയോട് കൂടി തന്നെ ഇരിക്കണത് എന്നിങ്ങനെ പറയാണ്. ഇഷിത പറയുന്നുണ്ട്, ആദ്യം വരുമെന്ന് എനിക്കും സംശയം ഉണ്ടായിരുന്നു, അതാ ഞാൻ 100-ലൊന്നും പറയാതിരുന്നത് ഈ കാര്യം എന്ന് പറയാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആരോ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുകയാണ്. മഹേഷ് പറയുന്നുണ്ട്, ആദ്യം വന്നു തോന്നുന്നു, താൻ വാതിൽ തുറക്ക് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി ഓടി വരായി ആദ്യമായിട്ടും വന്നേ എന്ന് പറഞ്ഞിട്ട് വരുവാട്ടോ. ഇഷിത വാതിൽ തുറക്കുമ്പോഴേക്കും കിരണും നവീനും ആട്ടോ. കിരണേട്ടനും നവീനേട്ടനാണല്ലോ, വാ കയറി വാ എന്ന് പറയാണ്. ചിപ്പി ചോദിക്കുന്നുണ്ട്, അല്ല ആദ്യമായിട്ടും വന്നില്ലേ, അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവനെവിടെയാടാ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം തൊട്ട് പുറകിൽ വരുന്നുണ്ട് കേട്ടോ. അതിനെ കാണുമ്പോൾ ചിപ്പിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഹായ് ആദ്യമായിട്ടാ എന്ന് പറഞ്ഞ് പോയി കെട്ടിപ്പിടിക്കണം, ആദ്യമായിട്ടും വാ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കയറ്റുവാണ്. ആദ്യയുടെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുക കേട്ടോ. ശേഷം കിരൺ നമ്മുടെ ചിപ്പിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ചിപ്പി ഹാപ്പി ബർത്ത്ഡേ ചിപ്പി, താങ്ക് യു കിരൺ ഏട്ടാ. നവീനും ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ചിപ്പി, താങ്ക് യു നവീൻ ചേട്ടാ. അല്ലെങ്കിൽ ഇത്രയും പേരുള്ളൂ എന്ന് കിരൺ ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അതെ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് നിങ്ങൾ തന്നെയാണല്ലോ, ഇവിടെ കുറച്ചുകൂടി അലങ്കാരപ്പണിയുണ്ട്, നിങ്ങൾ വന്നിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു, വാ അതിനെന്താങ്ങളെ ഞങ്ങൾ എപ്പോഴേ റെഡി. എടാ നീ ഏതാ ചിപ്പിക്ക് ഗിഫ്റ്റ് കൊടുക്കാത്തത് എന്ന് കിരൺ ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട്, അതിന് അവൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാണ്. ആദിയുടെ മുഖം ആകെ മാറും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇഷിത ആദിനെ വിളിക്കുന്നുണ്ട്, മോൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിക്കുകയാണ്. എന്താ ഇങ്ങോട്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട് ആദിനെ വിളിച്ചിട്ട് റൂമിലേക്ക് കൊണ്ടാണ് ഇഷിത. ശേഷം ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വാതിലടിച്ചതിന് ശേഷം ഇഷിത പറയേണ്ട, മോൻ അവിടെ ഇരിക്കുക എന്ന് പറയാണ്. അങ്ങനെ ആദ്യം അവിടെ ഇരിക്കേണ്ട. എന്താ മോനെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായോ? രചന മോനെ വിട്ടില്ലേ, അതാണോ മോന് മുഖം ആകെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം പൊട്ടിക്കരയണം. അയ്യേ മോനതിനൊക്കെ അറിയുന്നത്, എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോൾ മമ്മി എന്നെ വിട്ടില്ല, പിന്നെ ആകാശങ്ങൾ അയാൾ ഞാൻ ചിപ്പിക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് നിലത്തിട്ട് ഉടച്ച് പൊട്ടിച്ച് ചവിട്ടിക്കൂട്ടി ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി മേടിച്ച സ്പെഷ്യൽ ഗിഫ്റ്റാണ്, അയാളത് നശിപ്പിച്ചു. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, ഗിഫ്റ്റ് ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അവളുടെ ഫ്രണ്ട്സൊക്കെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു, ഞാൻ മാത്രം ഗിഫ്റ്റ് കൊടുത്തില്ല. മോനോട് ആരാ പറഞ്ഞത് അവൾ ഗിഫ്റ്റ് തന്നാലേ മോനെ സ്നേഹിക്കുള്ളൂ എന്ന്? അവൾക്ക് അങ്ങനെയൊന്നുമില്ല, മോൻ വന്നുമ്പോൾ തന്നെ അവൾക്ക് വലിയ കാര്യമോ, എങ്കിലും എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ അവളുടെ പിറന്നാളായിട്ട്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം കരയാണ്. മോനിങ്ങനെ കരയല്ലേ, നോക്ക് മോനിപ്പോൾ എന്താ വേണ്ടത്, അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഇനിയിപ്പോൾ എന്തു ചെയ്യും? അതെ അവൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്, മോൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അയ്യോ അത് വേണം എന്ന് പറഞ്ഞിട്ട് അലമാരന്ന് ഒരു ഗിഫ്റ്റ് എടുക്കുകയാണ് ഇഷിത. അതൊരു ചെറിയൊരു മോതിരം ആട്ടോ. അത് ആദ്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട്, ഇത് നന്നായിട്ടുണ്ട്, ഇത് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വെച്ചാണ്. പക്ഷേ ഇതിപ്പോൾ മോൻ പിടിച്ചോ, എന്നിട്ട് മോൻ മേടിച്ച് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കണം. എല്ലാ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ കൈകൾ ഇതിട്ട് കൊടുക്കണം. അവൾക്ക് ഭയങ്കര സന്തോഷവും. അയ്യോ അത് വേണ്ട ഇഷിതാമ്മ വാങ്ങിച്ചതല്ലേ, അവൾക്ക് ഇതല്ലാതെ ഒരു ജോഡി കമ്മൽ കൂടി വാങ്ങിച്ചു, അത് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതുള്ള കാര്യം അവൾക്കറിയില്ല, ഇതെനിക്കും ആദ്യമോനും മാത്രം അറിയാവുന്ന രഹസ്യമാണ്, ഇത് ആരോടും ഇഷിതാമ്മ പറയുമെന്നോർത്ത് മോൻ പേടിക്കേണ്ട, മോൻ ഇത് കയ്യിൽ കൊടുക്കുക.
അവൾക്കത് ഭയങ്കര സന്തോഷവും. അത് കാണുമ്പോൾ മോനും സന്തോഷവും. അല്ല ഈ ഗിഫ്റ്റ് ഞാൻ എങ്ങനെയാണ് വാങ്ങിച്ചെന്നൊക്കെ അവരാലോചിക്കും. ഇത്രയും വലിയ ഗിഫ്റ്റ് മേടിക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. അതിനൊരു വഴിയുണ്ട്. മോൻ പോക്കറ്റ് മണി സേവ് ചെയ്ത് വെച്ച് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇഷിതാമ്മയുടെ ഈ കടമൊക്കെ മോന് ഈസി ആയിട്ട് വീട്ടാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, മോൻ പഠിച്ച് നല്ല മിടുക്കനാവുക, നല്ല ജോലി സമ്പാദിക്കുക. അതാണ് ഇഷിതാമ്മക്ക് വീട്ടാനുള്ള ഏറ്റവും വലിയ കടം. മനസ്സിലായോ? എങ്കിൽ എൻ്റെ പൊന്നുമോനൊന്ന് കണ്ണൊക്കെ തുടച്ചൊന്ന് ചിരിച്ചേ എന്ന് പറയുമ്പോഴേക്കും ആദ്യം ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. വാ എന്ന് പറയാണ്, പോക്കറ്റിൽ വെക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം ആ മോതിരം പോക്കറ്റിലേക്ക് വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന രചനേനെയാണ്. വിഷമിച്ചിരിക്കുമ്പോൾ ആകാശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ രചന, താനാകെ വിഷമിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ആകാശ് അങ്ങനെയൊന്നും അവനോട് പറയണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ എവിടെയും പോകാതെ റൂമിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണത്. അല്ലെങ്കിൽ അവനിപ്പോൾ അവിടെ പോയാനെ മഹേഷിൻ്റെ മിഷിതയുടെ അടുത്തേക്ക് ഇന്ന് രാത്രി അവൻ തിരിച്ചു വരത്തൂലായിരുന്നു. അവിടെ കിടന്നാനെ, അതോട് തീർന്നാനെ തൻ്റെ ജീവിതം. അവനെപ്പോൾ മഹേഷിനെ സ്നേഹിച്ചിടണം അന്ന് തീരും തൻ്റെ എല്ലാ സ്നേഹവും കാര്യങ്ങളൊക്കെ. അവന് ഇന്ന് പറഞ്ഞത് കേട്ടില്ലേ, അവൻ്റെ അച്ഛനെ അവൻ്റെ ഡാഡിനെ ഇല്ലാതാക്കാൻ നടക്കുവാൻ ഞാനെന്ന്. അപ്പം അതിനർത്ഥം എന്താ, അവനെ മഹേഷിനോട് ഇഷ്ടം തോന്നി തുടങ്ങി. താൻ സൂക്ഷിച്ചോ, ഇപ്പം അവനെ പിടിച്ചില്ലെങ്കിൽ അവൻ നമ്മുടെ കൈ വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അവനെ പോലത്തെ കൊടും ക്രിമിനലിനെ ഇങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ആകാശ് ദേ നാവിൽ വായിൽ നാക്കുണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ വൃത്തികേടൊന്നും പറയരുത്. എന്താടി അവൻ ക്രിമിനലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനെന്തായാലും അവനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രചന മുകളിലേക്ക് കയറി പോകുക കേട്ടോ. ആ സമയത്ത് ആദിയുടെ വാതിൽ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. ആദി എന്ന് പറഞ്ഞിട്ട് രചന അവിടേക്ക് നോക്കുമ്പോൾ ആദിനെ കാണുന്നില്ല കേട്ടോ. ആദി എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് രചന. അവിടേക്ക് ആകാശം വരുന്നുണ്ട്. എന്താണോ എൻ്റെ മോനെ കാണുന്നില്ല എന്ന് പറയാണ്. താൻ അവിടേക്ക് നോക്ക്, ഞാൻ ഇവിടേക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ള് നോക്കുക കേട്ടോ. അവിടെ ഒന്നും കാണുന്നില്ല. അയ്യോ ആകാശ്, എൻ്റെ മോനിത് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ താൻ ടെൻഷനാവില്ല, ഞാൻ ടെറസിലൊക്കെ പോയി നോക്കിയിട്ട് വരട്ടെ. ഇവിടെ ആകാശ് ടെറസിലൊക്കെ നോക്കാൻ പോകുന്നുണ്ട്. രചന അവിടെ ഇവിടെയൊക്കെ നോക്കുക കേട്ടോ. ആകാശ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആകാശ് എന്തായി ചോദിക്കുമ്പോൾ തൻ്റെ മോനെ എത്തേണ്ടടുത്ത് എത്തിയെന്നോ. ആകാശ് എന്തൊക്കെയാണ് പറഞ്ഞത്, തൻ്റെ മോനെ ടെറസിൽ കൂടി പുറത്തേക്ക് പോയെന്ന് പറയണം. പുറത്തേക്ക് പോയെന്നോ, ടെറസിൽ നിന്ന് അവൻ ചാടിയെന്നല്ല, അവിടെ നിന്ന് എത്തിപ്പിടിക്കാനുള്ള ദൂരെ നിലത്തേക്കുള്ളൂ. അവൻ തന്നെ സാരി അവിടെ ചുറ്റിപ്പെടനെ നിലത്തേക്ക് ഇറങ്ങി പോയടോ. അവനെ എത്തേണ്ടടുത്തെത്തി, അതായത് മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തിയെന്ന്. അവൻ അവിടെ പോയിട്ടുണ്ടാകും. എങ്കിൽ ഞാൻ അവനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ അവിടെ പോവാം, അവനവിടെ എത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് ഓടിപ്പോവാണ്. രചന പോയി കഴിയുമ്പോഴേക്കും ആകാശം മനസ്സിൽ വിചാരിക്കണം, ഒരു അമ്മയും മോൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ വിചാരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന ചിപ്പിനെയാണ്. ചിപ്പിയുടെ പിറന്നാൾ കേക്കൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അവിടെ. നമ്മുടെ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ രാമനാഥനും വരുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങൾ ഗംഭീരമായിട്ടുണ്ടല്ലോ. രാമനാഥൻ ചോദിക്കണം, അല്ല മോളെ നൂറിന്ന് ആരെയും വിളിച്ചില്ലേ? നിശ്ചിതർ ചോദിക്കുമ്പോൾ അല്ല, നമ്മൾ മാത്രം മതി എന്ന് വെച്ചിട്ടാണ് അച്ഛാ ഞാൻ പിന്നെ അവരെന്ന് വിളിക്കാതിരുന്നത്. എന്നാൽ അവരൊന്നും അന്യരല്ലല്ലോ മോളെ, അവരെ വിളിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ചിപ്പി പറയണ്ടേ, സാരില്ല അച്ഛാ ഞാൻ കേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കാം എന്ന് പറയാണ്. എങ്കിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, കുട്ടികൾക്കൊക്കെ തിരിച്ച് വീട്ടിൽ പോകേണ്ടതല്ലേ എന്ന് മഹേഷ് പറയാണ്. ശരി എങ്കിൽ കട്ട് ചെയ്യാം മോളെ ചിപ്പി, കേക്ക് കട്ട് എന്ന് നിശ്ചിത പറയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും വാതിൽ തള്ളി തുറന്നുകൊണ്ട് രചന അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്ന് പറഞ്ഞിട്ട് രജനി ഇങ്ങനെ ദേഷ്യത്തോട് കൂടി തന്നെ ആദീനെ നോക്കുകയാണ്. ആദിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലേടാ, ഞാൻ നിന്നെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്ന് അല്ലേ, ഞാൻ എൻ്റെ പെങ്ങളുടെ പിറന്നാൾ കൂടാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇന്നത്തെ പിറന്നാൾ കൂടാനാണോ? എനിക്ക് പിറന്നാൾ കൂടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി എൻ്റെ മോൾക്ക് വേണ്ടി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയണം. ശേഷം ചിപ്പി പറയുന്നുണ്ട്, മമ്മി ആദ്യമായിട്ട് വന്നത് എൻ്റെ പിറന്നാൾ കൂടാൻ വേണ്ടിയിട്ടാണ്, മമ്മി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നക്കാരി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ എന്നെ കാണുന്നത്. എന്തായാലും എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഇവൻ ഇവിടേക്ക് നിങ്ങൾ എത്തിച്ചത്, ഇതിനുള്ള ഇത് ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ആദ്യം പറഞ്ഞിട്ട്, മമ്മി വെറുതെ ഒച്ചയൊന്നും എടുക്കണ്ട, ചിപ്പിയുടെ പിറന്നാൾ കൂടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നോളാം എന്ന് പറയാണ്. ആ സമയത്ത് രചന പറയുന്നുണ്ട്, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ മോനും എന്നെ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെല്ലാവരും നോക്കണത്, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അവർ ദേഷ്യത്തോടു കൂടി തന്നെ സംസാരിച്ചിരിക്കുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ചിപ്പി കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ കഷ്ണം കേക്ക് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇഷിതക്ക് കൊടുക്കാട്ടോ. രചനക്ക് അത് ഒട്ടും ഇഷ്ടാവുന്നില്ല. ശേഷം ആദി നമ്മുടെ ഇഷിത അടുത്ത് നന്ദി പറയുന്നുണ്ട് ആ മോതിരം തന്നതിന്. ഇഷിത പറയുന്നുണ്ട്, മക്കൾ അമ്മമാർക്ക് നന്ദി പറയാൻ പാടില്ല, മക്കൾ എന്ത് ചെയ്താലും അമ്മമാരതറിയും, പക്ഷെ അമ്മമാർ എന്തെങ്കിലും ചെയ്താൽ മക്കളത് അറിയാൻ പാടില്ല. ഞാനും നീയും തമ്മിൽ ഇപ്പം മോതിരം തന്ന കാര്യം വേറെ ആരും അറിയില്ല. ഇപ്പം മോനെ സന്തോഷമായില്ലേ? സന്തോഷമായി എന്ന് ആദി പറയാണ്. ശേഷം രചന ഇഷിത അടുത്ത് പറയുന്നുണ്ട്, ഇനിയേ എൻ്റെ ശത്രു നീയാടി, നിന്നെ ഇല്ലാതാക്കാനേ ഞാനിനി ശ്രമിക്കുള്ളൂ എന്നൊക്കെ പാട്ട് രചന വിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഭാഗമായിട്ട് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.